ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 18-ാം അധ്യായം. 17-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി അടുത്തത് 18-ാമത്തെ അധ്യായം. ഇതിനകത്ത് ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിലുള്ള ആ യുദ്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈത്രേയ ഉവാച തദേവമാകർണ്യ ജലേശഭാഷിതം മഹാമനാസ്തദ്വിഗണയ്യ ദുർമദ ഹരേർവിദിത്വാ ഗതിമം നാരദാത് രസാതലം നിർവിവിശേ ത്വരാന്വിതഃ. തദേവമാകർണ്യ ജലേശഭാഷിതം മഹാമനാസ്തദ്വിഗണയ്യ ദുർമദ ഹരേർവിദിത്വാ ഗതിമം നാരദാത് രസാതലം നിർവിവിശേ ത്വരാന്വിതഃ. ആ വരുണനാൽ ഇപ്രകാരം പറയപ്പെട്ട ആ വാക്കുകൾ കേട്ടിട്ട് തദേവം ആകർണ്യ ജലേശഭാഷിതം മഹാമനാസ്തദ്വിഗണയ്യ, മഹാമനസ്കനാണെങ്കിലും ആ ഹിരണ്യാക്ഷൻ അതിനെ വിഗണയ്യ അവഗണിച്ചു. ദുർമദ, വളരെ അഹങ്കാരിയായിരിക്കുന്ന അദ്ദേഹം ഹരേർ വിദിത്വാ ഗതിമംഗ, ആ ഹരിയുടെ ഗതിയെ പറ്റിയിട്ട് അറിഞ്ഞു. നാരദനിൽ നിന്നും അറിഞ്ഞു. രസാതലം, അങ്ങനെ ആ രസാതലത്തിലേക്ക് നിർവിവിശേ, അവിടേക്ക് പ്രവേശിച്ചു. ത്വരാന്വിത, വളരെ ബദ്ധപ്പാടോട് കൂടിയിട്ട് ആ രസാതലത്തിലേക്ക് പ്രവേശിച്ചു. പതിത്തെ പദങ്ങളെ ഹേ അംഗ, അല്ലയോ വിതുര മഹാശയ, മഹാമനാഹ അപി, മഹാമനസ്കനെങ്കിലും, ദുർമദഹ, അഹങ്കാരിയും ആയിട്ടുള്ള ആ ഹിരണ്യാക്ഷൻ, ഏവം ഇപ്രകാരമുള്ള തത് ജലേശഭാഷിതം, ആ വരുണവാക്യം ആകർണ്യ കേട്ടിട്ട്, തത് അതിനെ, വിഗണയ്യ അവഗണിച്ചിട്ട്, നാരദാത് ആ നാരദങ്കിൽ നിന്ന്, ഹരേഹേ ആ ശ്രീഹരിയുടെ ഗതിയെ, വിദിത്വ അറിഞ്ഞിട്ട്, ത്വരാന്വിത ധൃതിയോടെ, രസാതലം ആ രസാതലത്തിൽ നിർവിവിശേ ചെന്നെത്തി. ഒന്നുകൂടി പറയാം. ഹേ അംഗ, അല്ലയോ വിതുര, മഹാമനാഹ അപി അമഹാമനസ്കനെങ്കിലും, ദുർമദഹ അഹങ്കാരിയും ആയ അവൻ, ആ ഹിരണ്യാക്ഷൻ, ഏവം ഇപ്രകാരമുള്ള തദ് ജലേശേ ഭാഷിതം ആ വരുണവാക്യം ആകർണ്യ കേട്ടിട്ട്, തത് അതിനെ, വിഗണയ്യ അവഗണിച്ചുകൊണ്ട്, നാരദനിൽ നിന്ന്, ഹരേഹേ ആ ശ്രീഹരിയുടെ ഗതിയെ, വിദിത്വ അറിഞ്ഞ്, ത്വരാന്വിത ധൃതിയോടെ, രസാതലത്തിൽ നിർവിവിശേ ചെന്നെത്തി. അന്വയം. ഹേ അംഗ വിതുര മഹാമനാഹ അപി ദുർമദഃ ഏവം തദ് ജലേശേ ഭാഷിതം ആകർണ്യ തത് വിഗണയ്യ നാരദാത് ഹരേഃ ഗതിം വിദിത്വാ ത്വരാന്വിതഃ രസാതലം നിവിവിശേ. എന്നുകൂടി പറയാം. ഹേ അംഗ മഹാമനാഹ അപി ദുർമദഃ ഏവം തദ് ജലേശേ ഭാഷിതം ആകർണ്യ തത് വിഗണയ്യ നാരദാത് ഹരേഃ ഗതിം വിദിത്വാ ത്വരാന്വിതഃ രസാതലം നിവിവിശേ. അല്ലയോ വിതുര, മഹാമനസ്കനെങ്കിലും അഹങ്കാരിയായ ആ ഹിരണ്യാക്ഷൻ ഇപ്രകാരമുള്ള ആ വരുണന്റെ വാക്യം കേട്ട് അതിനെ അവഗണിച്ച് ആ നാരദങ്കിൽ നിന്ന് ശ്രീഹരിയുടെ ഗതിയെ അറിഞ്ഞ് ധൃതിയോടെ രസാതലത്തിൽ പ്രവേശിച്ചു, ചെന്നെത്തി. ഇവിടെ പറയാം. ഹേ അംഗ വിതുര, മഹാമനസ്കനെങ്കിലും അഹങ്കാരിയായ ആ ഹിരണ്യാക്ഷൻ ഇപ്രകാരമുള്ള ആ വരുണന്റെ വാക്യം കേട്ടിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ആ നാരദങ്കിൽ നിന്നും ശ്രീഹരിയുടെ ഗതിയെപ്പറ്റി അറിഞ്ഞ് ധൃതിയോടെ ആ രസാതലത്തിൽ ചെന്നെത്തി. മൈത്രേയ മഹർഷി പറയുകയാണ്. ഹേ അംഗ, പ്രിയപ്പെട്ടവനായ വിതുര, ഹിരണ്യാക്ഷൻ വരുണവാക്യം കേട്ട് ആ മഹാമനസ്കനായിട്ടും അഹങ്കാരമേതുവായിട്ട് അതിനെ അവഗണിച്ചു. ശ്രീനാരദ മഹർഷിയിൽ നിന്നും ഭഗവാന്റെ ഗതി, ആ ഭഗവാൻ പോയ വഴി മനസ്സിലാക്കി അതിവേഗം രസാതലത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇങ്ങനെ ആ വരുണന്റെ വാക്ക് കേട്ട് മദാന്ധനായിരിക്കുന്ന ആ ധീരൻ അത് കൂട്ടാക്കാതെ ഭഗവാന്റെ മാർഗം നാരദനിൽ നിന്നും ഗ്രഹിച്ച് അതിവേഗത്തിൽ ആ രസാതലത്തിൽ എത്തി. ഇവിടെ 18-ാം അധ്യായത്തിലെ ഹിരണ്യാക്ഷനും വരാഹസ്വരൂപവും മൂർത്തിയുമായിട്ടുള്ള ആ ഭഗവാന്റെ
യുദ്ധം അതിനെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. ഹേ പൂജ്യേ, നിനക്ക് ശരിയായ എതിരാളി ഭഗവാൻ. ഹേ പൂജ്യ, നിനക്ക് ശരിയായ എതിരാളി ഭഗവാൻ ശ്രീഹരിയാകുന്നു, ഞാനല്ല എന്ന് വരുണ ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ പ്രതിയോദ്ധാവിനെ ലഭിക്കുമല്ലോ എന്നുള്ള വിചാരത്താൽ മനസ്സന്തോഷം ആ ഹിരണ്യാക്ഷനുണ്ടായി. ആ ശത്രുവിൽ നിന്നും മരണം നിനക്ക് സംഭവിക്കും, ശ്വാക്കൾ നിന്റെ ശവശരീരത്തിന് ചുറ്റും നിന്ന് സന്തോഷിക്കും എന്നുള്ള ആ വരുണവാക്യത്തെ ഒക്കെ അദ്ദേഹം ആ ദുരഹങ്കാര നിമിത്തം ഗണിച്ചില്ല. ഉടനെ തന്നെ കണ്ട ആ നാരദ മഹർഷിയിൽ നിന്നും ഇപ്പോൾ ശ്രീഹരി ഇരിക്കുന്ന സ്ഥാനം ധരിച്ച് മറ്റെങ്ങാനും പോകുന്നതിന് മുമ്പേ അതിന് ആ ശ്രീഹരിയെ കണ്ടുപിടിക്കണം എന്നുള്ള ബദ്ധപ്പാടോടുകൂടി ആ ഹിരണ്യാക്ഷൻ അവിടെ നിന്നും രസാതലത്തെ പ്രാപിച്ചു. ഇവിടുത്തെ വ്യാഖ്യാനം അഷ്ടാദശേ ഹിരണ്യാക്ഷധരോദ്ധർത്തൃവരാഹയോ. ആ 18-ാമത്തെ അധ്യായത്തിലെ ഹിരണ്യാക്ഷൻ ധരാധർത്തൃവരാഹയോ, ധരയെ ധരിച്ചിട്ടുള്ള വരാഹമൂർത്തിയുമായിട്ട് നിർവിശേഷമായിരിക്കുന്ന മഹായുദ്ധം ദേവക്ഷോഭി നിരൂപ്യതേ. ആ ദേവക്ഷോഭം നിമിത്തം മഹായുദ്ധം ഉണ്ടായി, അതിനെ പറ്റിയിട്ട് നിരൂപിക്കുന്നു. അഷ്ടാദശേ ഹിരണ്യാക്ഷധരോദ്ധർത്തൃ വരാഹയോ നിർവിശേഷം മഹായുദ്ധം ദേവക്ഷോഭി നിരൂപ്യതേ. മൈത്രേയ ഉവാച ഏവം ജലേശഭാഷിതം ശ്രുത്വ. അങ്ങനെ ആ വരുണന്റെ ഭാഷണം കേട്ട് തദ്വിഗണയ്യ, അതിനെ അവഗണിച്ചുകൊണ്ട് നാരദയിൽ നിന്നും ഹരേർഗതി, ആ ഹരിയുടെ ഗതിയെ വിധിത്വ അറിഞ്ഞിട്ട് ത്വരയ വളരെ ബന്ധപ്പെട്ട് രസാതലം, അദ്ദേഹം ആ രസാതലത്തിലേക്ക് പ്രവേശിച്ചു. ഏവം ജലേശഭാഷിതം ശ്രുത്വ തദ്വിഗണയ്യ നാരദാത് ഹരേർഗതിം വിദിത്വ ത്വരയാ രസാതലം വിവേശ ആണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ദദർശ തത്രാഭിജിതം ധരാധരം പ്രോന്നീയമാനാവനിമഗ്രദം ശ്രയ മുഷ്ണന്തമക്ഷ്ണ സ്വരുചോരുണശ്രിയാ ജഹാസ ചാഹോ വനഗോചരോ മൃഗഃ. ദദർശ തത്രാഭിജിതം ധരാധരം പ്രോന്നീയമാനാവനിമഗ്രദം ശ്രയാ മുഷ്ണന്തമക്ഷ്ണ സ്വരുചോരുണശ്രിയാ ജഹാസ ചാഹോ വനഗോചരോ മൃഗഃ. അങ്ങനെ ദദർശ കണ്ടിട്ട്, തത്രാഭിജിതം ആ മഹാവിഷ്ണുവിനെ, ധരാധരം ആ പർവ്വതാകാരൻ ആയിരിക്കുന്ന, പ്രോന്നീയമാനാവനിമ അഗ്രദം ശ്രേയ ആ പർവ്വതാകാരമായിരിക്കുന്ന ആ ശ്രീവരാഹമൂർത്തിയുടെ ദംഷ്ട്രയുടെ അഗ്രത്തിൽ അങ്ങനെ ഭൂമിയെ ധരിച്ച് അതിനെ ക്രമേണ അങ്ങനെ ഉയർത്തപ്പെട്ട് വരുന്ന ആ ശ്രീവരാഹമൂർത്തിയെ കണ്ട് മുഷ്ണന്തമക്ഷ്ണാസ്വരുചോരുണശ്രിയ ആ തൻ്റെ തേജസ്വിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ആ ശ്രീവരാഹമൂർത്തിയുടെ കണ്ണുകളിൽ നിന്നും വരുന്ന ആ ചുവന്ന ആ തേജസ്, അതിനെ കണ്ട് ജഹാസ അട്ടഹസിച്ച് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു വനഗോചരോ, ഇതൊരു വന്യമൃഗം ആണല്ലോ എന്നിങ്ങനെ പരിഹസിച്ചു. അതിലത്തെ പദങ്ങൾ തത്ര അവിടെ, അഗ്രദംശ്രയ ദംഷ്ട്രാഗ്രത്താൽ, പ്രോന്നീയമാനാവനിം ക്രമേണ ഉയർത്തപ്പെടുന്ന ഭൂമിയോടുകൂടിയവനും, അരുണശ്രിയ ഇളം ചുവപ്പ് നിറമായ അക്ഷ്ണ നേത്രം കൊണ്ട്, സ്വരുചഃ തൻ്റെ തേജസ്സിനെ മുഷ്ണന്തം നിഷ്പ്രഭമാക്കുന്നവനും, ധരാധരം പർവ്വതാകാരനും ആയ അഭിജിതം ആ മഹാവിഷ്ണുവേ ദദർശ കണ്ട്, അഹോ കഷ്ടം വനഗോചരഃ മൃഗഃ ഒരു വന്യമൃഗം, ഇതി ജഹാസ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തു. തത്ര അവിടെ, അഗ്രദംശ്രയ ദംഷ്ടാഗ്രത്താൽ, പ്രോന്നീയമാനാവനിം ക്രമേണ ഉയർത്തപ്പെടുന്ന ഭൂമിയോട് കൂടിയവനും, അരുണശ്രിയ ഇളം ചുവപ്പ് നിറം ആയ അക്ഷ്ണ നേത്രം കൊണ്ട്, സ്വരുചഃ തൻ്റെ തേജസ്സിനെ മുഷ്ണന്തം നിഷ്പ്രഭം ആക്കുന്നവനും, ധരാധരം പർവ്വതാകാരനും ആയ
അഭിജിതം മഹാവിഷ്ണുവേ ദദർശ കണ്ടു. അഹോ കഷ്ടം വനഗോചര മൃഗ ഒരു വന്യമൃഗം ഇതി ജഹാസ ച എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തു. പദത്തെ അന്വയം തത്ര അഗ്രദംശ്രയാ പ്രോന്നീയമാനാവനിം അരുണശ്രിയ അക്ഷ്ണ സ്വരുച മുഷ്ണന്തം ധരാധരം അഭിജിതം ദദർശ അഹോ വനഗോചര മൃഗ ഇതി ജഹാസ ച. എന്നുകൂടി പറയാം. തത്ര അഗ്രദംശ്രയാ പ്രോന്നീയമാനാവനിം അരുണശ്രിയ അക്ഷ്ണ സ്വരുച മുഷ്ണന്തം ധരാധരം അഭിജിതം ദദർശ അഹോ വനഗോചര മൃഗ ഇതി ജഹാസ. അതായത് അവിടെ ആ ദംഷ്ട്രാഗ്രത്താൽ ആ ക്രമേണ ഉയർത്തപ്പെടുന്ന ഭൂമിയോട് കൂടിയവനും ഇളം ചുവപ്പ് നിറം ആയ ആ നേത്രം കൊണ്ട് തൻ്റെ തേജസ്സിനെ നിഷ്പ്രഭമാക്കുന്നവനും പർവ്വതാകാരനുമായിരിക്കുന്ന ആ മഹാവിഷ്ണുവെ കണ്ട് കഷ്ടം, ഇതൊരു വന്യമൃഗം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തു. ഹിരണ്യാക്ഷൻ ദർശിച്ച ആ ഭഗവത് രൂപം ഇപ്രകാരമാണ്. പർവ്വതാകാരനായിരിക്കുന്ന വരാഹമൂർത്തി ദംഷ്ട്രാഗ്രം കൊണ്ട് ഭൂമിയെ പൊക്കിയെടുക്കുകയാണ്. അരുണിമ കലർന്ന നേത്രശോഭയാൽ ആ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ നിഷ്പ്രഭനാക്കി. ഇത് കണ്ട ആ ഹിരണ്യാക്ഷൻ അഹോ ആശ്ചര്യം, ഇതാ ഒരു വന്യമൃഗം എന്ന് പറഞ്ഞിട്ട് പരിഹാസസ്വരത്തിൽ അട്ടഹസിക്കുകയാണ്. ഇവിടെ അഭിജിത്ത് എന്ന് പറയുന്നത് ഒരു നക്ഷത്രം ആണ്. അഭിതോ ജേതീത്യഭിജിതം ശ്രീഹരിയും എന്ന ശ്രീധരീയത്തിൽ, അതായത് അഭിജിത്ത് എന്ന മുഹൂർത്തത്തെ പറ്റിയിട്ട് പറയേണ്ട. അഭിജിത്ത് നക്ഷത്രത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ് മഹാവിഷ്ണു. വനഗോചരോ മൃഗ എന്നതിന് വനത്തിൽ കാണപ്പെടുന്ന മൃഗം എന്നാണ് സ്പഷ്ടാർത്ഥം. എന്നാൽ ആന്തരാർത്ഥം അത് ശ്രീനാരായണൻ എന്നാണ്. വനം എന്നതിൽ ജലം എന്നൊരു പര്യായമുണ്ട്. ഹിരണ്യാക്ഷൻ പരിഹാസ രൂപത്തിൽ ഒരു വന്യമൃഗം എന്ന് വിശേഷിപ്പിച്ചെങ്കിലും മനസ്സിൽ ഇത് സാക്ഷാത് ഭഗവാൻ തന്നെ എന്ന ആ ഭക്തിഭാവം ആണ്. വനഗോചരോ ജലേശയാന ശ്രീനാരായണ, ജലത്തിൽ ശയിക്കുന്ന ശ്രീനാരായണൻ. സ ഏവ യോഗിഭിർമൃഗ്യത്, യോഗിമാരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. മൃഗ്യതേ ദൃഷ്ടാൻ വാഹന്തും മൃഗയത ഇതി മൃഗ എന്ന് ശ്രീധരീയം, ജലം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പർവ്വതതുല്യനും തൻ്റെ തേറ്റയാൽ ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുന്നവനും അരുണിതം ആയ ആ നേത്രം കൊണ്ട് തൻ്റെ തേജസ്സിനെ അപഹരിക്കുന്നവനും നിത്യവിജയിയുമായിരിക്കുന്ന ആ ശ്രീവരാഹമൂർത്തിയെ അവിടെ കണ്ടു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. രസാതലത്തിൽ വന്നപ്പോൾ ഭൂമിയെ ദംഷ്ട്രാഗ്രത്താൽ ധരിച്ചും ചുകന്നിരിക്കുന്ന നേത്രകാന്തിയാൽ ഹിരണ്യാക്ഷന്റെ കാന്തിയെ തിരസ്കരിച്ചും പർവ്വതം പോലെ വമ്പിച്ച ദേഹത്തോടു കൂടിയും ഇരിക്കുന്ന ആ സർവത്ര ജയശീലനായിരിക്കുന്ന ശ്രീവരാഹമൂർത്തിയെ കണ്ടു. കഷ്ടം, ഇതൊരു വനവാസിയായ ഒരു മൃഗം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. വനവാസി വനത്തിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ ജലത്തിൽ വസിക്കുന്നവൻ, ശ്രീനാരായണൻ മൃഗം അന്വേഷിക്കപ്പെടുന്നവൻ അർത്ഥം. പരമപുരുഷാർത്ഥ രൂപമായിരിക്കുന്ന മോക്ഷത്തെ ഗ്രഹിക്കുന്നവർ അന്വേഷിക്കുന്നത് എന്നർത്ഥം വരും. ഈ ഭഗവാനെ തന്നെയാകുന്നു എന്നുകൂടെ അർത്ഥം ഉള്ളതുകൊണ്ട് ആ പരിഹാസമായിട്ടാണ് ഹിരണ്യാക്ഷൻ പറഞ്ഞത് എങ്കിലും അതിൽ പരമാർത്ഥമായിട്ടുള്ള സംഗതിയും ഉണ്ടെന്ന് നമ്മൾ ധരിക്കണം. അതാണ് സദർശ തത്ര അഭിജിതം ധരാധരം പ്രോന്നീയമാന ആവനിമഗ്രദംശ്രയാ മുഷ്ണന്തമക്ഷ്ണാസ്വരുചോരുണശ്രിയാ ജഹാസ ചാഹോ വനഗോചരോ മൃഗ. അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. ആഹൈനമേഹ്യജ്ഞമഹീം വിമുഞ്ചനോ രസൗകസാം വിശ്വസൃജേയം അർപ്പിതാ ന സ്വസ്തി യാസ്യനയാ മമേക്ഷത സുരാധം ആസാദിതസൂകരാകൃതേ. ആഹൈനമേഹ്യജ്ഞമഹിം വിമുഞ്ചനോ രസൗകസാം വിശ്വസൃജേയമർപ്പിതാ ന സ്വസ്തി യാസ്യനയാ മമേക്ഷത സുരാധമാസാദിതസൂകരാകൃതേ. ആഹൈനം
ആഹ പറഞ്ഞു, അവനോട് പറഞ്ഞു. ആഹൈനം ഏഹ്യജ്ഞ, ഇവിടെ വരൂ പറഞ്ഞു. ഏഹ്യജ്ഞ, അറിവില്ലാത്തവനെ ഇവിടെ വരൂ, വിവരമില്ലാത്തവനെ ഇവിടെ വരൂ. മഹീം വിമുഞ്ച, ഈ ഭൂമിയെ അവിടെ വിട്ടേക്കൂ. നോ രസൗകതാം രസൗകസാം, ഞങ്ങൾ ഈ രസാതലത്തിൽ വിശ്വസൃജേയമർപ്പിത, ആ ബ്രഹ്മാവിനാൽ അർപ്പിക്കപ്പെട്ടതാണ് ഈ ഭൂമി. ന സ്വസ്തി, നീ ഏറ്റവും സുഖപ്രദമായിട്ട് യാസ്യസ്യനയ, ഏറ്റവും എളുപ്പത്തിൽ ഞാൻ കാണെ അമേക്ഷത, ഞാൻ കാണെ സുരാധമാ ആസാദിത സൂകരാകൃതേ, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയില്ല, ഭൂമിയെ അങ്ങോട്ട് കൊണ്ടുപോവുകയില്ല. അല്ലയോ ദേവാധമൻ ആയിരിക്കണ ആ പന്നിയുടെ വേഷം ധരിച്ചവനെ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആഹൈനമേഹ്യജ്ഞമഹീം വിമുഞ്ചനോ രസൗകസാം വിശ്വസൃജേയമർപ്പിത ന സ്വസ്തി യാസ്യസ്യനയാമേക്ഷത സുരാധമാസാദിത സൂകരാകൃതേ. ഹേ ആസാദിത സൂകരാകൃതേ, അല്ലയോ പന്നിയുടെ രൂപം സ്വീകരിച്ച സുരാധമ, ദേവന്മാരിൽ അധമനായവനെ, അജ്ഞ വിവരമില്ലാത്തവനെ, ഏഹി ഇവിടെ വരൂ, മഹീം ഭൂമിയെ, വിമുഞ്ച വിട്ടേക്കൂ, ഇയം ഇത്, വിശ്വസൃജ ബ്രഹ്മാവിനാൽ, രസൗകസാം രസാതലവാസികളായിട്ടുള്ള നഹ ഞങ്ങൾക്ക്, അർപ്പിത നൽകപ്പെട്ടതാണ്. മമ ഈക്ഷത ഞാൻ കാൺകെ, അനയ ഇതിനെയും കൊണ്ട്, സ്വസ്തി സൗഖ്യമായിട്ട്, ന യാസ്യസി നീ പോകില്ല, ഇതി ഏനം എന്ന് അവരോട് ആഹ പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഹേ ആസാദിത സൂകരാകൃതേ, അല്ലയോ പന്നിയുടെ രൂപം സ്വീകരിച്ച സുരാധമ, ദേവരിൽ അധമനായവനെ, അജ്ഞ വിവരമില്ലാത്തവനെ, ഏഹി ഇവിടെ വരൂ, മഹീം ഭൂമിയെ, വിമുഞ്ച വിട്ടേക്കൂ, ഇയം ഇത്, വിശ്വസൃജ ബ്രഹ്മാവിനാൽ, രസൗകസാം രസാതലവാസികളായിട്ടുള്ള ഞങ്ങൾക്ക്, അർപ്പിത നൽകപ്പെട്ടതാണ്. മേ ഈക്ഷത ഞാൻ കാൺകെ, അനയ ഇതിനെയും കൊണ്ട്, സ്വസ്തി സൗഖ്യമായിട്ട്, ന യാസ്യസി നീ പോകില്ല, ഇതി ഏനം എന്ന് അവനോട് ആഹ പറഞ്ഞു. പദത്തെ അന്വയം. ഹേ ആസാദിത സൂകരാകൃതേ സുരാധമ അജ്ഞ ഏഹി മഹീം വിമുഞ്ച ഇയം വിശ്വസൃജ രസൗകസാം നഹ അർപ്പിത മേ ഈക്ഷത അനയാ സ്വസ്തി ന യാസ്യസി ഇതി ഏനം ആഹ. ഹേ ആസാദിത സൂകരാകൃതേ സുരാധമ അജ്ഞ ഏഹി മഹീം വിമുഞ്ച ഇയം വിശ്വസൃജ രസൗകസാം നഹ അർപ്പിത മമ ഈക്ഷത അനയാ സ്വസ്തി ന യാസ്യസി ഇതി ഏനം ആഹ. അതായത് അല്ലയോ പന്നിയുടെ രൂപം സ്വീകരിച്ച ദേവന്മാരിൽ അധമനായവനെ, വിവരമില്ലാത്തവനായ നീ ഇവിടെ വരൂ, ഭൂമിയെ ഇവിടെ വിട്ടേക്കൂ. ഇത് ബ്രഹ്മാവിനാൽ ആ രസാതലവാസികളായിട്ടുള്ള നമ്മൾക്ക് നൽകപ്പെട്ടതാണ്. ഞാൻ കാണുകെ ഇതിനെയും കൊണ്ട് സൗഖ്യമായിട്ട് നീ പോകില്ല എന്ന് അവനോട് പറഞ്ഞു. എന്നുകൂടി പറയാം. അല്ലയോ പന്നിയുടെ രൂപം സ്വീകരിച്ച സുരാധമ, ദേവരിൽ അധമനായവനെ, വിവരമില്ലാത്തവനെ ഇവിടെ വരൂ, ഭൂമിയെ വിട്ടേക്കൂ. ഇത് ബ്രഹ്മാവിനാൽ ആ രസാതലവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണ്. ഞാൻ കാണുകെ നോക്കി നിൽക്കേ ഇതിനെയും കൊണ്ട് സൗഖ്യമായിട്ട് നീ പോകില്ല എന്ന് അവനോട് പറഞ്ഞു. രസാതലവാസികളായ ഞങ്ങൾക്ക് ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട ഈ ഭൂമിയെ വിട്ടുതരൂ, അല്ലാത്ത പക്ഷം ഞാൻ നോക്കി നിൽക്കേ ഒരു പന്നിയുടെ രൂപം ധരിച്ച ദേവാധമനായ അങ്ങന്ന് മംഗളത്തെ പ്രാപിക്കില്ല, എൻ്റെ മുമ്പിൽ വെച്ച് ഭൂമിയെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് ഹിരണ്യാക്ഷൻ പറയുന്നു. അവൻ ആ വരാഹമൂർത്തിയോട് പറഞ്ഞു, മൂഢ യുദ്ധത്തിന് വാ, ഭൂമിയെ വിടുക. രസാതലവാസികളായ ഞങ്ങൾക്ക് ഈശ്വരനാൽ ഈ ഭൂമി അർപ്പിക്കപ്പെട്ടതാണ്. പന്നിയുടെ ആകൃതി എടുത്ത ദേവാധമ, ഞാൻ നോക്കി നിൽക്കേ ഈ ഭൂമിയോടുകൂടി നീ മംഗളമായിട്ട് ഇവിടുന്ന് പോവുകയില്ല. ഹേ മൂഢ, സൂകര രൂപം ധരിച്ചിരിക്കുന്ന ദേവാധമ,
ഭൂമിയെ ഉപേക്ഷിക്കുക. ഈ ഭൂമിയെ രസാതലവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് ബ്രഹ്മാവ് നൽകിയതാകുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഇത് വരും? ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേ ഈ ഭൂമിയെയും കൊണ്ട് സുഖമായിട്ട് പോവാൻ സാധിക്കുമെന്ന് കരുതേണ്ട. ആ വിചാരമുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിനായിട്ട് വരിക എന്ന് അവരാരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാനോട് പറഞ്ഞു. ആരേക്കാൾ മീതെ അറിവുള്ള ഒരുവൻ വേറെയില്ലയോ, അവൻ അജ്ഞൻ. എല്ലാവരേക്കാൾ അറിവുള്ളവൻ സുരാധമൻ. ഈ ഭഗവാനെ അപേക്ഷിച്ച് ദേവന്മാർ അധമന്മാരായിട്ടുള്ളവർ എന്നും അർത്ഥം. ആ പദങ്ങൾക്ക് ഈ അർത്ഥം ഉള്ളത് കൊണ്ട് ഈ പദ്യം കൊണ്ട് സൂചിപ്പിച്ച നിന്ദാർത്ഥം സ്തുതിയിൽ പര്യവസാനിക്കുന്നു. അപ്പോൾ ഹേ സർവജ്ഞ, ഹേ ദേവശ്രേഷ്ഠ, ഭക്തരക്ഷയ്ക്കായിട്ട് വരാഹരൂപം ധരിച്ചിരിക്കുന്ന ദേവ, അങ്ങക്ക് ഈ ഭൂമിയുടെ ആവശ്യം എന്തിരിക്കുന്നു? ഞങ്ങൾക്ക് തന്നെ അതിനെ നൽകുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദേവോത്തമനായിരിക്കുന്ന അങ്ങക്ക് ദേവന്മാരെ കൊണ്ട് വിശേഷ കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ സ്തുതിയായിട്ടും സാരം ധരിക്കണം. അങ്ങനെയാണെങ്കിലും വിരോധമില്ല എന്നർത്ഥം. പക്ഷേ ശബ്ദശക്തി കൊണ്ട് ഈ വിധവും പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതം നിന്ദാർത്ഥം തന്നെയാണ്. ശരിക്കുള്ള അർത്ഥം നിന്ദാർത്ഥം തന്നെയാണെന്നർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. നാലാമത്തെ അല്ല, ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. രണ്ടെണ്ണത്തിൻ്റെയും വ്യാഖ്യാനം നോക്കാണ്ട്. അപ്പോൾ ബ്രഹ്മണേയം പൃഥ്വീം രസൗകസാം നോർപ്പിത. ആ ബ്രഹ്മാവിനാൽ പൃഥ്വിയെ രസൗകസാം രസാതലവാസികൾക്ക് അർപ്പിച്ചതാണ്. നോർപ്പിത ഇമാം മുഞ്ച മുഞ്ച, ഇതിനെ വിടു വിടു. മമ പശ്യത, ഞാൻ നോക്കി നിൽക്കേ. സതോനയ, വളരെ എളുപ്പത്തിൽ ഇത് സഹസുഖം മംഗളമായിട്ട് ഇതിനെ യാസിസി കൊണ്ടുപോകാൻ സാധിക്കില്ല. ബ്രഹ്മണേയം പൃഥ്വീ രസൗകസാം നോർപ്പിത ഇമാം മുഞ്ച മുഞ്ച മമ പശ്യത സതോനയ സഹസുഖം ന യാസിസി. ത്വം പരോക്ഷമസുരാൻ ഹംസ. അത് അടുത്ത ശ്ലോകത്തിൽ. അപ്പം ഇതാണ് ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നത്. അപ്പം അടുത്ത ശ്ലോകം ത്വം ന സപത്നൈരഭവായ കിംഭൃതേ യോ മായയാ ഹന്യസുരാൻ പരോക്ഷജിത് ത്വാം യോഗമായാബലമൽപപൗരുഷം സംസ്ഥാപ്യ മൂഢ പ്രമൃജേ സുഹൃത്ശുച. ത്വം ന സപത്നൈരഭവായ കിംഭൃതോ, അങ്ങ് ആ ചിറ്റമ്മയുടെ മക്കളിലൂടെ പെട്ടെന്ന് തന്നെ നമ്മളെ യോ മായ, ആ മായാബലം കൊണ്ട് ഹന്യസുരാൻ, അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആളാണ് പരോക്ഷജിത്. ത്വാം, അവിടുന്ന് മായാബലം യോഗമായാബലം ഒക്കെ ഉണ്ടെങ്കിലും അല്പപൗരുഷം, പൗരുഷം കുറഞ്ഞവനായിരിക്കുന്ന അവിടുത്തെ സംസ്ഥാപ്യ, ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് മൂഢപ്രമൃജേ, ആ മൂഢൻ ബന്ധുക്കളുടെ ശോകാശ്രുക്കളെ ഞാൻ തുടച്ചു കളയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ മൂഢ, അല്ലയോ കൊള്ളരുതാത്തവനെ. യഹത്വം, യാതൊരു നീ. മായയാ, മായയാൽ. പരോക്ഷിത്, ഒളിപ്പേർ ചെയ്തുകൊണ്ട് ജയിച്ചുകൊണ്ട്. ഒളിയുദ്ധം ചെയ്തിട്ടാണ് അസുരന്മാരെ ജയിക്കണമെന്നർത്ഥം. മായയാൽ പരോക്ഷജിത്, ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട്. അസുരാൻ, ആ അസുരന്മാരെ അന്തി നിഗ്രഹിക്കുന്നു. സത്വം, അങ്ങനെയുള്ള നീ. സപത്നൈഹി, ആ ചിറ്റമ്മയുടെ മക്കളാൽ. അഭവായ, ഞങ്ങളുടെ നാശത്തിനായിട്ട്. ഭൃതഃ കിം, തീർക്കപ്പെട്ടവൻ അല്ലേ. യോഗമായാബലം, യോഗമായാബലം മാത്രമുള്ളവനും അല്പപൗരുഷം, പൗരുഷം കുറഞ്ഞവനുമായ. ത്വാം, നിന്നെ. സംസ്ഥാപ്യ, ഒരിടത്ത് ഒതുക്കിയിട്ട്. സുഹൃത്ശുച, ബന്ധുക്കളുടെ ആ അശ്രുക്കളെ
പ്രമൃജെ തുടച്ചു കളയും. ഒന്നും കൂടി പറയാം. ഹേ മൂഢ, അല്ലയോ കൊള്ളരുതാത്തവനെ, യഹ ത്വം യാതൊരു നീ, മായയാൽ പരോക്ഷജിത് ഒളിപ്പേർ ചെയ്ത്, മായയാൽ ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട്, അസുരന്മാരെ ഹന്തി നിഗ്രഹിക്കുന്നുവോ, സത്വം ആ നീ, സപത്നൈഹി ആ ചിറ്റമ്മയുടെ മക്കളാൽ, അഭവായ ഞങ്ങളുടെ നാശത്തിനായിട്ട്, ഭൃതഃ കിം തീർക്കപ്പെട്ടവൻ അല്ലേ, യോഗമായാബലം മാത്രമുള്ളവനും, അല്പപൗരുഷം പൗരുഷം കുറഞ്ഞവനും ആയ, ത്വാം നിന്നെ, സംസ്ഥാപ്യ ഒരിടത്ത് ഒതുക്കിയിട്ട്, സുഹൃത്ശുചഃ ആ ബന്ധുക്കളുടെ ശോകാശ്രുക്കളെ, പ്രമൃജെ തുടച്ചു കളയും. അപ്പോൾ ഇതിലത്തെ അന്വയം വരണേ, ഹേ മൂഢ യഹ ത്വം മായയാ പരോക്ഷജിത് അസുരാൻ ഹന്തി, സാ ത്വം സപത്നൈഹി അഭവായ ഭൃതഃ കിം യോഗമായാബലം അല്പപൗരുഷം ത്വാം സംസ്ഥാപ്യ സുഹൃത്ശുചഃ പ്രമൃജെ. എന്നുകൂടി പറയാം. ഹേ മൂഢ യഹ ത്വം മായയാ പരോക്ഷജിത് അസുരാൻ ഹന്തി, സത്വം സപത്നൈഹി അഭവായ ഭൃതഃ കിം യോഗമായാബലം അല്പപൗരുഷം ത്വാം സംസ്ഥാപ്യ സുഹൃത്ശുചഃ പ്രമൃജെ. അല്ലയോ കൊള്ളരുതാത്തവനെ, യാതൊരു നീ മായയാൽ ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട് ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നുവോ, ആ നീ ആ ചിറ്റമ്മയുടെ മക്കളാൽ ഞങ്ങളുടെ നാശത്തിനായിട്ട് തീർക്കപ്പെട്ടവൻ അല്ലേ, ആ യോഗമായാബലം മാത്രമുള്ളവനും പൗരുഷം കുറഞ്ഞവനുമായ നിന്നെ ഒരിടത്ത് ഒതുക്കിയിട്ട്, ബന്ധുക്കളുടെ ആ ശോകാശ്രുക്കളെ ഞാൻ തുടച്ചു കളയും. ഒന്നുകൂടി പറയാണ് വരാമൂർത്തിയോടെ, ഹേ മൂഢ കൊള്ളരുതാത്തവനെ, യാതൊരു മായയാൽ ഒളിയുദ്ധം ചെയ്തുകൊണ്ട് അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആ നീ, ചിറ്റമ്മയുടെ മക്കളാൽ ദേവന്മാരാൽ ഞങ്ങളുടെ നാശത്തിനായിട്ട് തീർക്കപ്പെട്ടവനല്ലേ, ആ യോഗമായാബലം മാത്രമുള്ളവനും പൗരുഷം കുറഞ്ഞവനുമായിരിക്കുന്ന നിന്നെ ഒരിടത്ത് ഒതുക്കിയിട്ട് ആ ബന്ധുക്കളുടെ ശോകാശ്രുക്കളെ ഞാൻ തുടച്ചു കളയും. നേരിട്ട് ജയിക്കാൻ ആകയാലാണോ ആ അസുരന്മാരെ മായയാൽ നിഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മോട് യുദ്ധം ചെയ്ത് നശിക്കുവാൻ വേണ്ടിയാണോ അങ്ങ് നമ്മുടെ ശത്രുക്കളാൽ പോഷിക്കപ്പെട്ടത്? അല്ലയോ മൂഢ, പൗരുഷം കുറഞ്ഞവനും മായാബലം മാത്രമുള്ളവനുമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നിഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ആ ശോകത്തെ ശമിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നേരിട്ട് ജയിക്കാൻ കഴിയാത്ത ആ മായ കൊണ്ട് അസുരന്മാരെ ഹനിക്കുന്നു. അങ്ങനെയുള്ള ആ നശിക്കാൻ തന്നെയാണോ ശത്രുക്കളാൽ ഇങ്ങനെ പോഷിപ്പിക്കപ്പെട്ടത്? അല്ലയോ മൂഢ, പൗരുഷഹീനനും കാപടബലനും ആയിരിക്കുന്ന നിന്നെ നിഗ്രഹിച്ച് ഞാൻ സുഹൃത്തുക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള സുരന്മാർ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി നിന്നെ ശരണം പ്രാപിച്ചുവോ? അതുകൊണ്ടല്ലയോ കപടത്താൽ വരാഹരൂപത്തെ സ്വീകരിച്ച് ഞങ്ങളെ കാണാതെ കൊണ്ടും ആ അസുരന്മാരെ ഭവാൻ ഹരിക്കുന്നത്? ആകട്ടെ, ഇപ്പോൾ കണ്ടു കിട്ടിയല്ലോ മൂഢ, മായ കൊണ്ടുള്ള ബലത്തെ ആശ്രയിച്ചും പൗരുഷമില്ലാതെ ഇരിക്കുന്ന ആ ഭഗവാനെ ഇപ്പോൾ തന്നെ സംഹരിച്ചിട്ട് അങ്ങയാൽ ഹനിക്കപ്പെട്ടവരെ കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്നാണ് ഇതിൽ ആ ഹിരണ്യാക്ഷൻ പറയുന്നത്. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം അതോ ഗദയാ ത്വാം ഹത്വ, അങ്ങ് ഗദയാൽ ഹനിക്കപ്പെട്ടവനായിട്ട് സുഹൃദാം ശുച പ്രമൃജെ, ആ സുഹൃത്തുക്കളുടെ ആ ശോകത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നുണ്ട്.
ത്വം പരോക്ഷമസുരാൻ ഹംസി, അങ്ങ് പരോക്ഷനായിട്ട് അസുരന്മാരെ കൊല്ലുന്നവനാകുന്നു. ത്വം പരോക്ഷമസുരാൻ ഹംസി, ആ ദേവന്മാരുമായിട്ട് ചേർന്നിട്ട് മായാബലം കൊണ്ട് പരോക്ഷമായിട്ട് അസുരന്മാരെ നേരിട്ട് കൊല്ലല്ല ചെയ്യണം അർത്ഥം. ഹംസി അതോ ഗദയാ ഹത്വാ സുഹൃദാം ശുചഃ പ്രമൃജേ ആണ് ഇതിൽ പറയുന്നത്. അപ്പം അടുത്ത ആക്ഷേപരൂപത്തിലുള്ള അർത്ഥം ആണ്. ആന്തരാർത്ഥം ഇപ്രകാരമാണ്. വസ്തുതസ്തു യോഗമായാബലമചിന്യം യസ്യം അല്പം പൗരുഷം യസ്മാത് തം ത്വാം സമ്യക് സ്ഥാപയിത്വാ ഭക്ത്യാ ഹൃദി സ്ഥിരീകൃത്യേത്യർത്ഥഃ. ഹേ മൂഢ പ്രമൂഢാൻ പ്രാതി ആപ്യായ യദീതി തഥാ പ്രാപൂർത്താവിതി ധാതുഃ സുഹൃദാം ശുചഃ സംസാരദുഃഖാനി മൃജേ നാശയാമി യതസ്ത്വം സ്മർത്തുർ ബാന്ധവാൻ അപി മോദയസീതി ഭാവഃ. ശ്രീധരീയത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ വ്യാഖ്യാനം. വാസ്തവത്തിൽ അചിന്യമായിരിക്കുന്ന യോഗമായാബലത്തോടു കൂടിയവനാണ്. വസ്തുതസ്തു യോഗമായാബലമചിന്യം യസ്യ, പൗരുഷാതീതനാണ്, അല്പം പൗരുഷം. യസ്മാത് തം, അല്പം പൗരുഷം, അപ്രകാരമുള്ള അങ്ങയെ ഹൃദി സ്ഥിരീകൃത്യേത്യർത്ഥഃ, ഹൃദയത്തിൽ സ്ഥിരീകരിക്കുന്നു. ഹേ മൂഢപ്ര, ആ മൂഢന്മാരെ പോലും ജ്ഞാനികളാക്കുന്നവൻ. മൂഢപ്രഹ എന്ന് പറഞ്ഞാൽ മൂഢന്മാരെ പോലും ജ്ഞാനിയാക്കുന്നവൻ അർത്ഥം. മൂഢപ്രഹ മൂഢാൻ പ്രാതി, മൂഢന്മാരെ പോലും പ്രാജ്ഞരാക്കുന്നു. ആപ്യായതീതി തഥാ, അങ്ങനെ മൂഢൻ ജ്ഞാനിയായാൽ പ്രാപൂർത്താവിതി ധാതുഃ, മൂഢൻ മറ്റൊരവസ്ഥയെ പ്രാപിക്കുകയാൽ മൂഢൻ ജ്ഞാനിയായാൽ ആ പ്രാധാതുവിന് പൂരണം എന്നർത്ഥം. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ ആ ഹൃദയശുദ്ധിയുള്ളവരുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നു. അങ്ങേ സ്മരിക്കുന്നവരുടെ ബന്ധുക്കളെ പോലും അങ്ങ് സംസാര ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് അർത്ഥം. പരോക്ഷജിത് എന്ന പ്രയോഗത്തിൽ ഇവയ്ക്കെല്ലാം പരോക്ഷമായ അർത്ഥകൽപ്പന സാധ്യം ആണെന്ന ഒരു സൂചനയും ഉണ്ട്. അപ്പം ഇവിടെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ത്വയി സംസ്ഥിതേ ഗദയാ ശീർണ ശീഷ്ണ്യസ്മദ്ഭുജപ്ചതയാ യേ ചതുഭ്യം ബലിം ഹരന്ദൃഷയോ യേ ച ദേവാഃ സ്വയം സർവേ ന ഭവിഷ്യന്ത്യമൂലാഃ. ത്വയി സംസ്ഥിതേ ഗദയാ ശീർണ ശീഷ്ണ്യസ്മദ്ഭുജ അച്യുതയാ യേ ച തുഭ്യം ബലിം ഹരന്ദൃഷയോ യേ ച ദേവാഃ സ്വയം സർവേ ന ഭവിഷ്യന്ത്യമൂലാഃ. അപ്പം നമ്മുടെ ആ കയ്യിൽ നിന്നും ഉതിരണ ആ ഗദ കൊണ്ട് ആ തല പൊളിഞ്ഞ് വീണാൽ, അവിടുന്ന് വീണാൽ, ആ ശ്രീവരാഹമൂർത്തി വീണു കഴിഞ്ഞാൽ ഏതെല്ലാം ഋഷിമാരാണോ ദേവന്മാരാണോ അങ്ങേ സ്തുതിക്കുന്നത്, അങ്ങയ്ക്ക് വേണ്ടി യാഗമൊക്കെ കഴിക്കുന്നത്, അവരെയൊക്കെ ഉന്മൂലനാശം ചെയ്യുന്നത് പോലെയാണ്. അസ്മത് ഭുജച്യുതയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കയ്യിൽ നിന്നും ഉതിരുന്ന ഗദയാൽ, ത്വയി നീ, ശീർണ ശീർഷണി തല പൊളിഞ്ഞ്, സംസ്ഥിതേ ആ തല പൊളിഞ്ഞ് വീണാൽ, ഏതെല്ലാം ഋഷയഃ ച ഋഷിമാരും, ഏതെല്ലാം ദേവാഃ ദേവന്മാരും, സർവേ അവരെല്ലാം,
അമൂലാഹ വേരറ്റ് സ്വയം തന്നെത്താൻ ന ഭവിഷ്യന്തി ഇല്ലാതാവുന്നു. ഒന്നുകൂടി പറയാം. അസ്മത് ഭുജച്യുതയാ നമ്മുടെ കയ്യിൽ നിന്നും ഉതിരുന്ന ഗതയാ ഗതയാൽ ത്വയി നീ ശീർണശീർഷണി തല പൊളിഞ്ഞ് സംസ്ഥിതേ സതി വീണാൽ യേ ഏതെല്ലാം ഋഷയഃ ച ഋഷിമാരും യേ ഏതെല്ലാം ദേവാഹ ച ദേവന്മാരും തുഭ്യം നിനക്ക് ബലി ഹരന്തി നൽകുന്നുവോ സർവേ അവരെല്ലാം അമൂലാഹ വേരറ്റ് സ്വയം തന്നെത്താൻ ന ഭവിഷ്യന്തി ഇല്ലാതാവുന്നു. അപ്പൊ ഇതിന്റെ അന്വയം അസ്മത് ഭുജച്യുതയാ ഗതയാ ത്വയി ശീർണശീർഷണി സംസ്ഥിതേ യേ ഋഷയഃ ച യേ ദേവാഃ ച തുഭ്യം ബലിം ഹരന്തി സർവേ അമൂലാഹ സ്വയം ന ഭവിഷ്യന്തി. ഒന്നുകൂടി പറയാം. അസ്മത് ഭുജച്യുതയാ ഗതയാ ത്വയി ശീർണശീർഷണി സംസ്ഥിതേ യേ ഋഷയഃ ച യേ ദേവാഃ ച തുഭ്യം ബലിം ഹരന്തി സർവേ അമൂലാഹ സ്വയം ന ഭവിഷ്യന്തി. അതായത് നമ്മുടെ കയ്യിൽ നിന്നും ഉതിരുന്ന ആ ഗതയാൽ നിന്റെ തല പൊളിഞ്ഞ് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നിന്നെ സ്തുതിക്കുന്ന ഏതെല്ലാം ഋഷിമാരോ ദേവന്മാരോ ഉണ്ടെങ്കിൽ അവരും നിനക്ക് അവരെല്ലാം തന്നെ സമൂലം വേരറ്റ് ആവുകയും ചെയ്യുന്നു ആണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം അഞ്ചാമത്തെ ശ്ലോകത്തില് നീ എൻ്റെ കയ്യിൽ നിന്നും വീണ ഗത കൊണ്ട് തലപൊളിഞ്ഞ് ചത്താൽ ഏത് ഋഷിമാരും ദേവന്മാരും നിനക്ക് ബലിയർപ്പിക്കുമോ അവരെല്ലാം നിർമൂലരായിട്ട് സ്വയം നശിക്കും. ഞങ്ങളുടെ ആ ശത്രുക്കളായിട്ടുള്ള ആ സുരന്മാർ ദേവന്മാർ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിന്നെ ശരണം പ്രാപിച്ചുവോ അതുകൊണ്ടല്ലയോ ആ കപടത്താൽ വരാഹാദി സ്വരൂപത്തെ സ്വീകരിച്ചും ഞങ്ങളെ കാണാതെ കൊണ്ടും ആ അസുരന്മാരെ ഭവാൻ ഹനിക്കുന്നത് ആകട്ടെ ഇപ്പോൾ കണ്ടുകിട്ടിയല്ലോ മൂഢ. ആ മായാബലം കൊണ്ടും ആ ബലത്തെ ആശ്രയിച്ചും പൗരുഷം ഇല്ലാതെയും ഇരിക്കുന്ന ഭഗവാനെ ഇപ്പോൾ തന്നെ സംഹരിച്ചിട്ട് അങ്ങയാൽ ഹനിക്കപ്പെട്ടവരെ കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളുടെ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്നുള്ള ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു. അടുത്ത ഹേ ഭഗവൻ, ഞങ്ങളുടെ ശത്രുക്കളായിരിക്കുന്ന ദേവന്മാർ അങ്ങയെ ശരണം പ്രാപിച്ചത് ഞങ്ങളുടെ മോക്ഷഫലത്തിനായിട്ട് ഉപകരിക്കുന്നു. അതായത് ദേവന്മാരുടെ ആ ദൃഷ്ടിയിൽ ഇന്ദ്രവടി ഞങ്ങളെ ഹരിക്കുന്നുവെന്ന് തോന്നിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ആ പുനരുൽപ്പത്തിഹീനമായിരിക്കുന്ന ആ കൈവല്യപദത്തെ തന്നെ നമ്മൾക്ക് നൽകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സങ്കടങ്ങളെയും തീർക്കുവാൻ ഞങ്ങൾ അർഹരായിരിക്കുന്നു. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ പിതാക്കന്മാർ 21 തലമുറ പരിശുദ്ധമായിട്ട് ഭവിക്കുന്നില്ലയോ അങ്ങയുടെ ആ വചനം. അതിനാൽ മൂഢന്മാരായ ഞങ്ങളെയും ആനന്ദ സ്വരൂപമായ ആ മോക്ഷത്തിന് അർഹമാക്കി തീർക്കുവാൻ അനുഗ്രഹമുണ്ടാക്കണമേ എന്ന് സ്തുതിക്കുന്നതും ആണ് ആ ഭാഗം. ത്വയി സംസ്ഥിതേ ഗതയാ ശീഷ്ണ്യ അസ്മദ്ഭുജച്യുതയാ യേ ച തുഭ്യം ബലിം ഹരൻദൃഷയോ യേ ച ദേവാഹ സ്വയം സർവേ ന ഭവിഷ്യന്ത്യമൂല. ഇവിടെ ആ വ്യാഖ്യാനത്തിൽ പറയുന്നത് മദ് ഗതയാ ശീർണശീർഷണി, എൻ്റെ ഗത കൊണ്ട് ആ തല പൊട്ടിയിട്ട് ശീർണശീർഷണി ത്വയി അങ്ങയ സംസ്ഥിതേ സതി, അങ്ങേ ഇവിടെ സർവേ ദേവാഹ ഭജിക്കുന്ന ആ സർവദേവന്മാരും അവരുടെയൊക്കെ വേറെ അറും അങ്ങ് ചത്തുകഴിഞ്ഞ നിർമൂലാഹ ഭവിഷ്യന്തി എന്നാ പറയണം. മദ്ഗതയാ ശീർണശീർഷണി ത്വയി സംസ്ഥിതേ സതി സർവേ ദേവാഹ നിർമൂലാഹ ഭവിഷ്യന്തി എന്നാണ് ആ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്.
അപ്പം അടുത്ത സതൂദ്യമാനോരുരുക്ത തോമരൈർദംഷ്ടാഗ്രഗാം ഗാം ഉപലക്ഷ്യ ഭീതാം തോദം മൃഷന്നിരഗദാംബുദം നിരഗാദംബുമധ്യാത് ഗ്രാഹാഹത സകരേണുര്യഥേഭഃ സതുദ്യമാനോരി ദുരുക്തതോമരൈർദംഷ്ടാഗ്രഗാം ഗാം ഉപലക്ഷ്യ ഭീതാം തോദം മൃഷൻ നിരഗാദംബുമധ്യാത് ഗ്രാഹാഹത സകരേണുര്യഥേഭഃ. അവിടെ ആ ഭഗവാൻ ആ ശത്രുവിൻ്റെ ശകാരവാക്കാകുന്ന ആ കുന്തം കൊണ്ട് തുളക്കപ്പെട്ടവനായപ്പോൾ ആ ദംഷ്ട്രാഗ്രത്തിൽ ഇരിക്കുന്ന ആ ഭൂമി അവിടെ ഭീതയായി, ഭൂമിക്ക് പേടിയായി. ഇത് കണ്ടിട്ട് ആ ഭൂമിയുടെ വേദനയെ ഇല്ലാതെയാക്കാൻ, അതിനെ സഹിച്ചുകൊണ്ട് മുതലയെ പിടിച്ച് ആ പിടിയോടൊത്തുള്ള ആ കൊമ്പനാനെ പോലെ ആ വെള്ളത്തിൽ നിന്നും ആ വരാഹമൂർത്തി പുറത്തു വന്നു എന്നറിയാം. ഭഗവാൻ, ആ ഭഗവാൻ അരിതുരുക്ത തോമരെ, ആ ശത്രുവിൻ്റെ ശകാരവാക്കുകളാകുന്ന കുന്തങ്ങൾ കൊണ്ട് തുളക്കപ്പെട്ടവനായി, തൂദ്യമാന തുളക്കപ്പെട്ടവനായപ്പോൾ ആ ദംഷ്ട്രാഗ്രഗാം, ആ ദംഷ്ട്രയുടെ അഗ്രത്തിലിരിക്കുന്ന ആ ഗാം, ആ ഭൂമിദേവി ഭീതയായി. ഇത് കണ്ടിട്ട് ഉപലക്ഷ്യ, അതുകൊണ്ട് ആ വേദനയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് തോദം, അതിലുള്ള വേദനയെ സഹിച്ചുകൊണ്ട് ഗ്രാഹാഹത, ആ മുതല പിടിച്ചിട്ടുള്ള സകരേണുഹു, ആ പിടിയോടൊത്തുള്ള ഇഭഹ യഥ, ആ കൊമ്പനാന, ആ പിടിയാനയോടൊത്തുള്ള ആ കൊമ്പനാനയെ പോലെ അമ്പുമധ്യാൽ വെള്ളത്തിൽ നിന്ന് നിരകാ പുറത്തു വന്നു. എന്നുകൂടി പറയാം. സഹ, ആ ഭഗവാൻ അരിതുരുക്ത തോമരൈഹി, ആ ശത്രുവിൻ്റെ ശകാരവാക്കുകളാകുന്ന കുന്തം കൊണ്ട് തൂദ്യമാനഹ തുളക്കപ്പെട്ടവനായപ്പോൾ ദംഷ്ട്രാഗ്രഗാം, ആ ദംഷ്ട്രാഗ്രത്തിലിരിക്കുന്ന ഗാം ഭൂമി ഭീതാ ഭയന്നതായി. ഉപലക്ഷ്യ, ഇത് കണ്ടിട്ട് തോദം, അതിലുള്ള ആ വേദനയെ മൃഷൻ സഹിച്ചുകൊണ്ട് ഗ്രഹാഹത മുതല പിടിച്ച സകരേണുഹു പിടിയോടൊത്തുള്ള ഇഭ യഥ കൊമ്പനാനയെ പോലെ അമ്പുമധ്യാൽ ആ വെള്ളത്തിൽ നിന്നും നിരകാൽ പുറത്തു വന്നു. അതിൻ്റെ അന്വയം സഹ അരിതുരുക്ത തോമരൈഹി തൂദ്യമാനഃ ദംഷ്ട്രാഗ്രഗാം ഗാം ഭീതാം ഉപലക്ഷ്യ തോദം മൃഷൻ ഗ്രഹാഹതഃ സകരേണുഃ ഇഭഃ യഥാ അംബുദമധ്യാത് നിരകാത്. ഇങ്ങോട്ട് പറയാം അന്വയം. സഹ അരിതുരുക്തതോമരൈഹി തുദ്യമാനഃ ദംഷ്ട്രാഗ്രഗാം ഗാം ഭീതാം ഉപലക്ഷ്യ തോദം മൃഷൻ ഗ്രഹാഹതഃ സകരേണുഃ ഇഭഃ യഥാ അംബുമധ്യാത് നിരകാത്. അതായത് ആ ഭഗവാൻ ആ ശത്രുവിൻ്റെ ശകാരവാക്കുകൾ കേട്ട് കുന്തം കൊണ്ട് തുളക്കപ്പെട്ടവനായപ്പോൾ, ശകാരവാക്കുകളാകുന്ന കുന്തം കൊണ്ട് തുളക്കപ്പെട്ടവനായപ്പോൾ ആ ദംഷ്ട്രാഗ്രത്തിലിരിക്കുന്ന ആ ഭൂമിദേവി ഭയന്നതായി കണ്ട് അതിലുള്ള വേദനയെ സഹിച്ചുകൊണ്ട് ആ മുതല പിടിച്ച പിടിയാനയോട് കൂടിയിട്ടുള്ള ആ കൊമ്പനാനയെ പോലെ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇവിടെ ആ ഭഗവാൻ ശത്രുവിൻ്റെ ശകാരവാക്കുകളാകുന്ന കുന്തം കൊണ്ട് തുളക്കപ്പെട്ടവനായപ്പോൾ ആ ദംഷ്ട്രാഗ്രത്തിൽ ഇരിക്കുന്ന ആ ഭൂമിദേവി ഭീതയായി. അത് കണ്ട് അതിലുള്ള ആ വേദനയെ സഹിച്ചുകൊണ്ട് ആ മുതല പിടിച്ച ആ പിടിയാനയോട് കൂടിയിട്ടുള്ള കൊമ്പനാനയെ പോലെ ആ വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഇത് പറയുന്നത് ഭഗവാൻ ആ ശത്രുവിൻ്റെ അധിക്ഷേപവാക്ഷരങ്ങളാൽ പീഡിതനായിട്ട് ഏറെ ഭീതയായ ആ ഭൂമിദേവിയെ കണ്ട ആ ദുഃഖം പ്രഭാതിശയത്താൽ സഹിച്ച് മുതലയാൽ
പീഡിതനായിട്ടുള്ള ആന പിടിയാനയോടുകൂടി വരുന്നത് പോലെ സമുദ്രജലത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ആ പ്രയോഗിക്കുന്ന ഈ ഗദയുടെ ശക്തിയാൽ അങ്ങയുടെ ശിരസ് പിളർന്ന് നശിക്കുമ്പോൾ അങ്ങയ്ക്കായിക്കൊണ്ട് ആ സർവസ്വവും സമർപ്പിച്ച് ആശ്രയിച്ചിരിക്കുന്ന ഋഷിമാരും ദേവന്മാർക്കും ആശ്രയമില്ലാതാകുന്നതിനാൽ അവരെല്ലാവരും ഞങ്ങളുടെ ആ പരിശ്രമം കൂടാതെ തന്നെ അവരെല്ലാം നശിച്ചുകൊള്ളും. അങ്ങനെ വേരിനെ നശിപ്പിച്ചാൽ ശാഖകളെ നശിപ്പിക്കുവാനുള്ള പ്രയാസം ആവശ്യമില്ലല്ലോ. ഇന്ദ്രിവടിയുടെ ഈ മാതിരിയിലുള്ള അവതാര സ്വരൂപം ഞങ്ങൾക്ക് മാത്രം അല്ല മുക്തിപ്രദം ആയിരിക്കുന്നത്. ഋഷികൾ, മനുഷ്യർ, ദേവന്മാർ എന്ന് വേണ്ട ഏതൊരുത്തർ ഈ രൂപത്തെ, ഈ മാതിരിയിലുള്ള അവതാര സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചും അവരുടെ സർവത്തെയും അങ്ങയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ടും നിരന്തര ഭക്തിയോഗത്തോടുകൂടി സമാശ്രയിച്ച് സുഷുപ്ന എന്ന പേരായിട്ടുള്ള ആ ബ്രഹ്മനാഡിയിൽ കൂടി പ്രാണനെ ഉന്നയിച്ചിട്ട് ബ്രഹ്മരന്ധ്രം എന്നുകൂടി പേരുള്ള ആ ശിരോമധ്യത്തിൽ കൂടിയിട്ട് ആ പ്രാണനെ വിടുന്നുവോ അവരുടെ സംസാര കാരണമായിരിക്കുന്ന അവിദ്യ എന്നുള്ള മുതല വേർ തീരെ നശിച്ചു പോകും എന്നതിനാൽ അവരെല്ലാ പേരും പരമപദത്തെ പ്രാപിക്കുന്നു. ഇതിലെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അതോ മദ്ഗതയാ ശീർഷണി ത്വയി സംസ്ഥിതേ സതി സർവേ ദേവാഹ നിർമൂലാഹ ഭവിഷ്യന്തി സ ഹരിഹി. ആ ഹരി ശത്രോർദുർവാക്യശസ്ത്രേണ, ആ ശത്രുവിൻ്റെ ദുർവാക്കുകളെ കേട്ടിട്ട് പീഡ്യമാനാം, പേടിക്കല്ല, ശത്രുക്കളുടെ ദുർവാക്യശസ്ത്രേണ പീഡ, അതുകൊണ്ട് പീഡനം സഹിച്ചിട്ട് ആ ഭീതാം പൃഥ്വിയും പേടിച്ച ആ ഭൂമിദേവിയുടെ പേടിയെ ദൃഷ്ടുവ ജലമധ്യനിരക, ജലമധ്യത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. സ ഹരിഹി ശത്രോർ ദുർവാക്യശസ്ത്രേണ പീഡ്യമാനാം ഭീതാം പൃഥ്വീം ദൃഷ്ടുവ ജലമധ്യാൻ നിരക. ശത്രുക്കളുടെ ആ ചീത്ത വാക്കുകളുടെ ഇത് കേട്ടിട്ട് പീഡിതനായിരിക്കുന്ന ആ ശ്രീഹരി, അതുപോലെ ആ ഭൂമിദേവി, പേടിച്ച ഭൂമിദേവിയുടെ വേദന കണ്ടിട്ട് ആ ജലമധ്യത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നർത്ഥം. സ ഹരിഹി ശത്രോ ദുർവാക്യശസ്ത്രേണ പീഡ്യമാനാം ഭീതാം പൃഥ്വീം ദൃഷ്ട്വാ ജലമധ്യാൻ നിരഗാത്. അടുത്ത ശ്ലോകം. തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോദ്വിരദം യഥാചഷ കരാളദംഷ്ട്രോ ശനി നിസ്വനോ ബ്രവീത് ഗതഹ്രിയാം കിം ത്വസതാം വിഗർഹിതം. തം നിസ്സരന്തം സലിലാദ് അനുദ്രുതോ ഹിരണ്യകേശോ ദ്വിരദം യഥാചഷ കരാളദംഷ്ട്രോ ശനി നിസ്വനോ ബ്രവീത് ഗതഹ്രിയാം കിം ത്വസതാം വിഗർഹിതം. മകരമത്സ്യം ആനയെ എന്ന പോലെ, ഝഷഃ ദ്വിരദം, യഥാ ഝഷഃ ദ്വിരദം, മകരമത്സ്യം ആനയെ എന്ന പോലെ, ദ്വിരദം ആനയെ എന്ന പോലെ വെള്ളത്തിൽ നിന്നും ആ പുറത്തേക്ക് വരുന്ന ആ വരാഹമൂർത്തിയെ പിന്തുടർന്നിട്ട് കരാളദംഷ്ട്രോ, ആ ഭയങ്കരമായിട്ടുള്ള ദംഷ്ട്രകളുള്ളവനും അശനി ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടു കൂടിയവനുമായിരിക്കുന്ന ആ സ്വർണവർണ്ണ നിറമുള്ള തലമുടിയോട് കൂടിയവനുമായിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ലജ്ജയില്ലാതെ അസത്തുക്കൾക്ക് എന്താണ് നിന്ദ്യമായത് എന്ന് ചോദിച്ചു. അസത്തുക്കൾക്ക് ഒന്നും നിന്ദ്യം അല്ല
എന്നുള്ള നിലയ്ക്ക് വരാഹമൂർത്തിയോട് ചോദിക്കുകയാണ്. ജഷഹ മകരമത്സ്യം ദ്വിരഥം ആനയെ യഥാ എന്ന പോലെ സലിലാ ആ വെള്ളത്തിൽ നിന്ന് നിസ്സരന്തം പുറത്തേക്ക് വരുന്ന തം ആ വരാഹമൂർത്തിയെ അനുദ്രുത പിന്തുടർന്നിട്ട് കയറി വന്നവനും കരാളദംഷ്ട്രാഹ ഭയങ്കര ദംഷ്ട്രകളുള്ളവനും അശനി നിസ്വനഹ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടു കൂടിയവനും ഹിരണ്യകേശ സ്വർണ്ണനിറമുള്ള തലമുടിയോട് കൂടിയവനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഗതഹ്രിയാം ലജ്ജയില്ലാത്ത അസതാം അസത്തുക്കൾക്ക് കിം തു എന്താണ് വിഗർഹിതം നിന്ദ്യമായത് ഇതി അബ്രവീത് പ്രകാരം പറഞ്ഞു. ഇതുകൂടി പറയാം. ജഷഹ മകരമത്സ്യം ദ്വിരഥം ആനയെ യഥാ എന്ന പോലെ സലിലാൽ വെള്ളത്തിൽ നിന്ന് നിസ്സരന്തം പുറത്തേക്ക് വരുന്ന തം ആ വരാഹമൂർത്തിയെ അനുദ്രുത പിന്തുടർന്ന് കയറി വന്നവനും കരാളദംഷ്ട്ര ഭയങ്കര ദംഷ്ട്രകളുള്ളവനും അശനി നിസ്വനഹ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടു കൂടിയവനും ഹിരണ്യകേശ സ്വർണ്ണ നിറമുള്ള ആ തലമുടിയോട് കൂടിയവനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഗതഹ്രിയാം ലജ്ജയില്ലാത്ത അസതാം അസത്തുക്കൾക്ക് കിം തു എന്താണ് വിഗർഹിതം നിന്ദ്യമായത് ഇതി അബ്രവീത് എന്ന് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ അശകാര രൂപത്തിലുള്ളതും ആന്തരത്തിൽ സ്തുതി രൂപത്തിൽ ഉള്ളതുമായിട്ടുള്ള പലതും ഇങ്ങനെ ഹിരണ്യാക്ഷൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ദംഷ്ട്രാഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിദേവി ഭയരഹിതയായി. ഒരാനയെ മുതല പിടിച്ചാൽ പിടിയാനയ്ക്കുണ്ടാവുന്ന ഭീതിയോടാണ് ആ ഭൂമിയുടെ ഭയത്തെ ഉപമിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആ ഭൂമിയുടെ ജലത്തിന്റെ ഉപരിഭാഗത്ത് സുരക്ഷിതമായിട്ട് ആ ഭൂമിയെ സ്ഥാപിച്ചു. ബ്രഹ്മാവ് സ്തുതിച്ചു, ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു. അനന്തരം ഗതിയോടുകൂടി തന്നെ പിന്തുടർന്ന ആ ഹിരണ്യാക്ഷരോട് ഇപ്രകാരം അരുളി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആ 7ാമത്തെ ശ്ലോകം ആനയുടെ പിറകെ മത്സ്യം എന്ന പോലെ ആ വെള്ളത്തിൽ നിന്നും പുറത്തു വരുന്ന അങ്ങയുടെ പിന്നാലെ ഓടി വരുന്നവനും ആ ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനും ആ സ്വർണ്ണ മുടിയോട് കൂടിയവനുമായിരിക്കുന്ന ആ അസുരൻ ഇടിവെട്ട് പോലുള്ള ശബ്ദത്തോടു കൂടി പറഞ്ഞു, ലജ്ജയില്ലാത്ത ദുർജനങ്ങൾക്ക് എന്താണ് നിന്ദ്യമായിട്ടുള്ളത് എന്നിപ്രകാരം ചോദിച്ചു. ഞങ്ങൾ പ്രയോഗിക്കുന്ന ഈ ഗദയുടെ ശക്തിയാൽ അങ്ങയുടെ ശിരസ് പിളർന്ന് നശിക്കുമ്പോൾ അങ്ങയ്ക്ക് ആയിക്കൊണ്ടിട്ട് സർവസ്വവും സമർപ്പിച്ച് ആശ്രയിച്ചിരിക്കുന്ന ഋഷികൾക്കും ദേവന്മാർക്കും ആശ്രയമില്ലാതാകുന്നതിനാൽ അവരെല്ലാം ഞങ്ങളുടെ ആ പരിശ്രമം കൂടാതെ തന്നെ നശിച്ചുകൊള്ളും. വേരിനെ നശിപ്പിച്ചാൽ ശാഖകളെ നശിപ്പിക്കുവാനുള്ള പ്രയാസം ആവശ്യമില്ലല്ലോ. ഇന്ദ്രിവടിയുടെ ഈ മാതിരിയുള്ള അവതാര സ്വരൂപം ഞങ്ങൾക്ക് മാത്രമല്ല മുക്തിപ്രദമായിരിക്കുന്നത്. ഋഷികൾ, മനുഷ്യർ, ദേവന്മാർ എന്നുവേണ്ട ഏതൊരുത്തർ ഈ രൂപത്തെ, ഈ മാതിരിയിലുള്ള അവതാര സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ച് അവരുടെ സർവത്തെയും അങ്ങയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ടും നിരന്തര ഭക്തിയോഗത്തെ സമാശ്രയിച്ച് സുഷുമ്ന എന്നു പേരായ ആ ബ്രഹ്മനാടികളിൽ കൂടിയിട്ട് പ്രാണനെ ഉന്നയിപ്പിച്ചിട്ട് ആ ബ്രഹ്മരദ്രം എന്നു പേരുള്ള ആ ശിരോമധ്യത്തിൽ കൂടെ ആ പ്രാണനെ വിടുന്നുവോ അവരുടെ സംസാര കാരണമായിരിക്കുന്ന ആ അവിദ്യ എന്ന ആ മൂലവേര് തീരെ നശിച്ചു പോകുന്നതിനാൽ അവരെല്ലാം പേരും പരമപദത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ശത്രുവായ ഹിരണ്യാക്ഷന്റെ ദുർവാക്കുകളാകുന്ന ആയുധ വിശേഷങ്ങൾ ആ വരാഹരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ആ മർമ്മങ്ങളെ പിളർക്കുന്നുവെങ്കിലും ആ ദംഷ്ട്രാഗ്രത്തിൽ ഇരിക്കുന്ന ആ ഭൂമിയെ പേടിച്ച് ദംഷ്ട്രാഗ്രത്തിലിരിക്കുന്ന ഭൂമിദേവി പേടിച്ചു വിറയ്ക്കുന്നതിനെ കാണുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള കാരുണ്യത്തിന് അധീനനായിരിക്കുന്ന ഭഗവാൻ ആ ശത്രുവിൻ്റെ ആ ദുർവചന ഗതിയെ സഹിച്ചുകൊണ്ട് മകരമത്സ്യത്താൽ പീഡിപ്പിക്കപ്പെടുന്നതും പിടിയാനകളോടുകൂടി ചേർന്നതുമായിരിക്കുന്ന ആ ഗജം എന്ന പോലെ ആ ബലാത്കാരേണ ജലമധ്യത്തിൽ നിന്നും നിർഗമിച്ചു. അങ്ങനെ ആ ജലത്തിൽ നിന്നും മേൽപോട്ട് കയറിപ്പോകുന്ന ആ വരാഹമൂർത്തിയുടെ പിന്നാലെ മകരമത്സ്യം ആനയുടെ പിന്നാലെ എന്ന പോലെ പായുന്നവനും ഭയങ്കര ദംഷ്ട്രകളെ പ്രകാശിപ്പിക്കുന്നവനും ഇടി മുഴക്കം പോലുള്ള ശബ്ദത്തെ ഉച്ചത്തിൽ അങ്ങനെ അലറിക്കൊണ്ട്
ആ ഹിരണ്യാക്ഷൻ ലജ്ജാവിഹീനന്മാർക്ക് ചെയ്യുവാൻ പാടില്ലാത്തതായ കാര്യം എന്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ അങ്ങനെ വരാഹമൂർത്തിയുടെ പിന്നാലെ അങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. 7 ശ്ലോകങ്ങൾ. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരെ എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.